അങ്ങനെ കോട്ടയത്ത് നിന്നും ചിങ്ങവനത്ത് വേണ്ട നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വലിയ ധനപരമായ പുരോഗതിയില്ലാത്തവർ പോലും വലിയ പുരോഗതിയില്ലാത്തവർ പോലും ഇങ്ങനെ കൊണ്ടുവന്ന് അർപ്പിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആരംഭിക്കാം. സമ്പാദിക്കാനല്ല ഈ സ്ഥാപനം ഇരിക്കുന്ന ഇത്രയും സ്ഥലം 25 സെന്റ് സ്ഥലമായിരുന്നു. ഞാൻ ഈ ചെറുപാൽ ആശ്രമത്തിൽ രണ്ടാമത് വരുമ്പോൾ ആശ്രമത്തിന് 25 സെന്റ് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരാശ്രമവും തൊട്ടു വടക്ക് വെച്ചിട്ട് 2 മുറിയിലുള്ള ഓലക്കെട്ടിടവുമായി അത് വളരെ ജീർണിച്ചത് ആർക്കും ഉപയോഗശൂന്യമായി അവിടെ നിന്നിതാ ഈ ഇനത്തിൽ കാണാനായ ഭൂമി കെട്ടിടങ്ങളും സകല സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നത് ഈ സ്ഥാപകനാണ്. ഈ കാണാവുന്ന സകല സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നത് ഈശ്വരനാണ്. ഇതിന്റെ സ്ഥാപകനാണ്. അതുകൊണ്ടാണ് സ്ഥാപകൻ ഈശ്വരനാണെന്ന് പറയുവാൻ കാരണം. ലോകമുണ്ടാകും മുമ്പുകളുടെ ശബ്ദപ്രാർത്ഥന ലോകത്തെ സൃഷ്ടികൾക്ക് മറിവായി വാഴുന്ന അങ്ങനെയുള്ള പക്ഷിവർഗങ്ങൾ, സസ്യാദിവർഗങ്ങൾ, മൃഗവർഗങ്ങൾ, മനുഷ്യവർഗങ്ങൾ, പ്രകൃതിയിലുള്ള സകലവും നിഷ്കാമകർമ്മങ്ങളാണ്. ആ പ്രകൃതിയിലുള്ള സകല വസ്തുക്കളും നിഷ്കാമകർമ്മങ്ങളാണ്. അവരൊന്നും അതിനുവേണ്ടി ജീവിക്കുന്നില്ല. ഒരു പ്രകൃതിയും അതിനുവേണ്ടി ജീവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയുടെ കർമ്മപരമായി ജന്മമുള്ള മനുഷ്യ നീ എന്തുകൊണ്ട് പരാക്രമിയാകാൻ മടിക്കുന്നു? പ്രകൃതിയുടെ കർമ്മപരമായി ജന്മമെടുത്ത മനുഷ്യ നീ എന്തുകൊണ്ട് പരാക്രമിയാകാൻ മടിക്കുന്നു? നീ എന്തുകൊണ്ട് പരോപകാരാർത്ഥമായ പ്രവർത്തിക്കുന്നു പിന്മാറുന്നു? നീ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വക്കീലാണെങ്കിൽ ഉടനെ ഫീസ് കൊടുക്കണം. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വക്കീലാണെങ്കിൽ ഫീസ് കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മണിക്കൂർ വാദിച്ചു കൊടുക്കുക 5000 രൂപ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചതുകൊണ്ട് എനിക്ക് ഫീസ് കൊടുക്കാമെന്ന് പറയും. ഒരു വാദ്യാരാണെങ്കിൽ പഠിപ്പിക്കുന്നതിന് ശമ്പളം കൊടുക്കണം. കൂലിവേലക്കാരന് വേല ചെയ്താൽ ഉടനെ കൂലി കൊടുക്കണം. ഉപദേശിയാണെങ്കിൽ പ്രസംഗിച്ചാൽ കാശ് കൊടുക്കണം. എനിക്ക് ശമ്പളവുമില്ല, എനിക്ക് ശമ്പളവും വേണ്ട. ഭഗവാൻ ശമ്പളവുമില്ല, ശമ്പളവും വേണ്ട. പക്ഷേ ശമ്പളത്തേക്കാൾ വലിയ ശമ്പളം എനിക്ക് വരുന്നുണ്ട്. ആ ശമ്പളമാണ് നിങ്ങൾക്ക് അനുഭവമായി വരുന്നത്. ആ ശമ്പളമാണ് നമ്മൾക്ക് അനുഭവമായി വരുന്നത്. സത്യമാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ശമ്പളമല്ല ഉള്ളത്. ഭഗവാൻ ശമ്പളമല്ല. എന്റെ ജീവിതം മറ്റുള്ളവരുടെ സുഖത്തിനായി പ്രയോജനപ്പെടുമ്പോൾ നിങ്ങളുടെ സുഖത്തിൽ കൂടി എനിക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യാൻ ഒരു നിൽക്കയില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഭഗവാന്റെ ജീവിതം മറ്റുള്ളവരുടെ സുഖത്തിനായി അനുഭവപ്പെടുമ്പോൾ മറ്റുള്ളവർ ആ സുഖം അനുഭവിക്കുന്നവർ ഭഗവാന് വേണ്ടി ജീവിക്കാതിരിക്കുകയില്ല. അവർ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് തരുന്നതും തൃപ്തിപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെയുള്ള ഭഗവാന് വേണ്ടി എന്ത് കൊടുക്കുന്നതും